കൂടിയവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദത്തോട് കൂടിയവൻ. ഹല്ലേലൂയ. അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ ഞങ്ങൾ ഏതുമില്ല കർത്താവേ. ഹല്ലേലൂയ. സറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്നു. സൈനികരുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്തു പാടിയപ്പോൾ ഇന്ന് പകൽക്കാലം ഭൂഗോളതരമടക്കാതെ പുത്തൂറുകിടെ സാത്താനാരുടെയും കണ്ണുകളെ കുരുടാക്കി വെക്കല്ലേ. തേജസ്വരൂപിയായ കർത്താവിന്റെ ശോഭ പ്രകാശിക്കാതെ വേണം. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല കർത്താവേ. ഹല്ലേലൂയ. ഇന്നിവിടെ വരാൻ കഴിയാതെ പോയവരുണ്ട്, ഭവനത്തിലായിരിക്കുന്നവരുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ രോഗികളായിട്ടിരിക്കുന്നവരുണ്ട്. ഈ ഒരു കൂട്ടം ജനം ഞങ്ങൾ ഐക്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സഞ്ചരിക്കുന്ന വചനം ഈ പകൽക്കാലം അത് അയച്ച് ഹല്ലേലൂയ അതിന്റെ പ്രവൃത്തി തികച്ചെടുക്കുന്നതിനാൽ സ്തോത്രം. ദൈവത്തിന്റെ വചനം അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരുന്ന വചനമല്ല. ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമനപ്പെട്ട തമ്പുരാന്റെ പാദപീഠത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ഹൃദയങ്ങളോടും പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അടിയനെ കർത്താവേ അവിടുത്തെ രക്തക്കോട്ടകളിൽ മറയ്ക്കുന്ന അടിയന്റെ കുടുംബത്തെ, പ്രിയപ്പെട്ടവനെ 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വം എടുക്കണം കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം ഇവിടെ ഉയരട്ടെ കർത്താവേ. ആ പെൺകഴുതയുടെ പുറത്ത് കർത്താവേ ഹല്ലേലൂയ അങ്ങ് വാഹനമേറിയ കർത്താവേ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടണം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് നമ്മുടെ ഈ കോൺഫറൻസ്, ഈ പ്രെയർ ലൈൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂസൻ്റെയും തമ്പി ബ്രദറിൻ്റെയും വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ക്രിസ്തുവിൻ്റെ മണവാട്ടി ഒരുക്കുക, ഒരു മണവാട്ടി സഭ. കർത്താവ് വാതിൽക്കലായിരിക്കുന്നു. ഒരു ദേവദാസൻ പറഞ്ഞു കേട്ടു, അവൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്, കർത്താവ് വന്നുകൊണ്ടേയിരിക്കുന്നു, സമയമില്ല. നമ്മൾ ഒത്തിരി എൻകറേജിങ് മെസ്സേജസ് ഒക്കെ കേട്ട് നമ്മൾ എൻകറേജ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒത്തിരി നല്ലതാണ്. പക്ഷേങ്കിലും കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാൻ പാടില്ല. എബ്രഹാം ചാക്കോ ദേവദാസൻ പറഞ്ഞതുപോലെ പലരും പ്രെയർ ലൈനിൽ വന്ന് പറയും, എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ വീട്ടിൽ ആരും രക്ഷയിലേക്ക് വന്നിട്ടില്ല. കാരണം ഈ പ്രെയർ ലൈൻ ഒരു പെന്തക്കോസ്റ്റലുകാർക്ക് വേണ്ടി മാത്രമുള്ള പ്രെയർ ലൈൻ അല്ല. അനേകം കാത്തലിക്സ്, മാർത്തോമൈറ്റ്സ്, ജേക്കബൈറ്റ്സ്, ഓർത്തഡോക്സ്, ഇവരിൽ CSI ഈ വിഭാഗത്തിലുള്ള എല്ലാ ദൈവമക്കളും കടന്നു വരുന്ന ഒരു നല്ല സ്നേഹ സംഗമം. കാരണം സ്വർഗത്തിലെ പോലെ സ്വർഗത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. അത് മാത്രമല്ല, എൻ്റെ ലൈനൊക്കെ വെബ്സൈറ്റിലിട്ട് നമ്പറൊക്കെ ഞങ്ങളുടെ നമ്പർ ഇട്ടേക്കുന്നതുകൊണ്ട് ഈവൻ ബ്ലാക്ക്സ്, വൈറ്റ്സ് ഇവരൊക്കെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ആത്മാവിൽ പ്രാർത്ഥിക്കാനൊക്കെ എൻകറേജ് ചെയ്യാറുണ്ട്. ഞാൻ ഇന്ന് പകൽക്കാലം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സൂസിൻ്റെ ഒക്കെ വീട്ടിൽ പറഞ്ഞ നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ, അതൊന്നും ഇപ്പോൾ പറയാനായിട്ട് നേരമില്ല.
13-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർപ്പിച്ചു. അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞത്, കർത്താവിനോട് ചിലർ ചോദിക്കുന്നു, കർത്താവെ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. അനേകർ ശ്രമിക്കും, പക്ഷെ കഴിയുകയില്ല താനും. ആ ഒരു വാക്യം മാത്രം വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 13. എൻ്റെ വിഷയം അതല്ലെങ്കിൽ തന്നെ അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ലൂക്ക് ചാപ്റ്റർ 13. ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. ലൂക്ക് 13:24. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ പലരും കടക്കാനായിട്ട് നോക്കും, കടക്കുന്ന ഒരു ചെറിയ കൂട്ടമേ ഉള്ളൂ. ഞങ്ങളുടെ പാസ്റ്റർ വളരെ സങ്കടത്തോടെ ചിലപ്പോൾ പറയും, ചർച്ചിൽ ഇത്രയും വിശ്വാസികളുണ്ട്, പക്ഷേ ഒരു വെരി ഫ്യൂ പീപ്പിൾ. എനിക്ക് പാസ്റ്റർ പറഞ്ഞാൽ എനിക്ക് പറയാൻ തന്നെ സങ്കടമാണ്. കർത്താവ് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു പ്രാവശ്യം ദിവസം പറഞ്ഞെന്ന് പറയുമോ, സൺഡേ രാവിലെ 7:30 റാപ്ചർ നടന്ന് എല്ലാവരും പോയെന്നിരിക്കട്ടെ കുറേ പേര്. എങ്കിലും ചില ചർച്ചസ് ഭയങ്കര ആരാധനയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അവരറിയത്തില്ല ഇന്നെന്തോ പറ്റി, ഇവരെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് ഓർക്കുന്ന ചില കാര്യം കാണുമെന്ന് പറഞ്ഞിട്ട് ദേവദാസൻ അവിടെ നിന്ന് കരയുമായിരുന്നു. ആ ഒരു അനുഭവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പെട്ടെന്ന് വരും കാഹളം ധ്വനിക്കും, ഒരു കൂട്ടം ജനം അങ്ങ് എടുക്കപ്പെടും. ബാക്കിയുള്ളവരുടെ കാര്യം അപ്പോൾ ഇവിടെ പറയുന്നത് പോലെ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. പലരും കടപ്പാൻ നോക്കും, കഴിയയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീട്ടുടേവൻ എഴുന്നേറ്റ് കഥ അടക്കിച്ച ശേഷം നിങ്ങൾ പുറത്ത് നിന്ന് കർത്താവെ തുറന്നു തരണമെന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അതാണ് രണ്ടാമത്തെ കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ ആരാണ്? ഈ സ്വർഗരാജ്യത്തിൽ കടക്കാതെ പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവരോട് ഇതൊന്നും എടുത്തു പറയാൻ സമയമില്ല. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ 2-3 അധ്യായത്തിൽ നമുക്ക് കാണാം 3 കൂട്ടം ആൾക്കാർ. ലൗകികർ അല്ലെങ്കിൽ ജഡികർ, പ്രാകൃത മനുഷ്യൻ, ലൗകിക മനുഷ്യൻ എന്ന് പറയാം, പിന്നെ ജഡിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. 3 കൂട്ടം. ഈ 3 കൂട്ടത്തെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 3 കൂട്ടത്തെ തന്നെയാണ് കർത്താവ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീട്ടുടേവൻ എഴുന്നേറ്റ് കഥ കടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്നെന്ന് ഞാൻ അറിയുന്നില്ല. ഇതാരാ ഈ പറയുന്നത്? കർത്താവ് യേശു ക്രിസ്തു. അനേകരെന്ന് പറയുന്നതോ, നമുക്ക് എങ്ങനെയായാലും നമ്മളെല്ലാം സ്വർഗത്തിൽ പോകും. ലിബറൽസ് ഒത്തിരി പേര്, നമ്മളെല്ലാം ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, കർത്താവ് നമുക്ക് വേണ്ടി നമ്മൾ ഇത്രയും വിശ്വസിച്ച് നമ്മളത് പോയച്ചാൽ മതി. പക്ഷെ കർത്താവ് പറയുക, അങ്ങനൊന്നും ആരും വരത്തില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. പലരും കടക്കാനൊക്കെ നോക്കും. എന്നാൽ കർത്താവ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, നിങ്ങൾ ഇത്രയൊന്നും വിശ്വസിച്ചാൽ നിങ്ങളെല്ലാവരും ഇനി പോരും. കർത്താവ് അതല്ല പറഞ്ഞു. ഒരുപാട് പേര് ശ്രമിക്കും. ഞാൻ ആരെയും ഡിസ്കറേജ് ചെയ്യാനോ ഇതാണോ ഞങ്ങൾ കേട്ട, ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ വിടുതലിൻ്റെ മെസ്സേജ് ആയിരിക്കും അല്ല. വിടുതലിൻ്റെ മെസ്സേജൊക്കെ പാസ്റ്റർ സ്റ്റീവിൽ കൂടെയും ഒക്കെ എല്ലാവരുടെ കൂടെയൊക്കെ നിങ്ങൾ കേട്ടു, കൈയടിച്ചു, ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് പറയാണ്, എഴുന്നേറ്റ് കഥ കടച്ച ശേഷം നിങ്ങൾ പുറത്ത് നിന്ന് കർത്താവെ തുറന്നു തരണമെന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് ഞാൻ അറിയുന്നില്ല. അത് ലോക മനുഷ്യനെ കുറിച്ച് കർത്താവ് കഥ കടച്ചു. ഇനി അവർക്ക് രക്ഷയില്ല. നമ്മളെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഒരു ദിവസം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകും. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താവും? 3-ാമത്തെ കൂട്ടരെയും കൂടെ പെട്ടെന്ന് നോക്കാം. 29-ാമത്തെ വാക്യം. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും. മുമ്പന്മാരായി തീർന്ന പിമ്പന്മാരുണ്ട്, പിമ്പന്മാരായി തീർന്ന മുൻപന്മാരും ഉണ്ട്. അതങ്ങനെ കർത്താവെ കുറച്ചു പേരെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നു അനേകർ വന്ന് പന്തിയിലിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും? അനേകരെങ്ങനെ ഇവിടെ വന്ന് പന്തിയിലിരിക്കാനായിട്ട് പറ്റും? അവിടെ ഒരു ചോദ്യമുണ്ട് നമുക്കില്ലയോ? അപ്പം അതെങ്ങനെയായി സംഭവിക്കുന്നത്? അനേകർ വന്ന് പന്തിയിലിരിക്കും എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇതൊക്കെ ചെയ്തു. ഇതാണ് നമ്മൾ ആ ജഡിക മനുഷ്യൻ എന്ന് പറഞ്ഞ് നമ്മൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാത്തത്. അതൊക്കെ എടുത്തു പറഞ്ഞെങ്കിൽ നല്ലതായിരുന്നു. അതിനകത്ത് നമ്മൾ കാണുന്നത് ആ ജഡിക മനുഷ്യൻ, കാർണൽ മാൻ. ആ കാർണൽ മാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവനാണ്, അവൻ സ്നാനപ്പെട്ടവനാണ്, പക്ഷേ ഈ ലോകത്തിൻ്റെ ഒഴുക്കിനോടൊപ്പം ഇങ്ങനെ നടക്കുക. ലോകകാര്യങ്ങളും ഇതിനകത്തൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ വിശ്വസിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഇതൊക്കെ പറഞ്ഞിട്ട് ലോകപരമായിട്ട് അവരുടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ താല്പര്യവും വലിയ ഇൻട്രസ്റ്റുമാണ്. പക്ഷെ അവർക്ക് ഇതിനകത്തൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. ഇതാണ് കാർണൽ മാൻ. ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടവനെ, ഇവനെ തള്ളിക്കളയാൻ പറ്റുമോ ദൈവത്തിന്? കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട മനുഷ്യനെ അവനെ തള്ളിക്കളയാൻ പറ്റുമോ? ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തു പറ്റും? ഈ ആൾക്കാർ പിന്നെ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ കാണുന്നത്
ഈ ആൾക്കാർ റെവലേഷനിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവര് റെവലേഷൻ ചാപ്റ്റർ 4 വരുമ്പം ദൈവസഭയെ ദൈവം എടുക്കും. ദൈവസഭ ഇവിടെ നിന്ന് കർത്താവ് റാപ്ചർ, പെട്ടെന്ന് കർത്താവിൻ്റെ കാഹളം ധ്വനിക്കും. കർത്താവിൻ്റെ ഒരു കൂട്ടം ജനം ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ എല്ലാവരും പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെങ്കിൽ ദൈവത്തിന് അറിയാം ഓരോരുത്തരുടെയും ഹൃദയം എപ്രകാരം ഇരിക്കുന്നു എന്ന് നമുക്ക് ആർക്കും അറിയാനൊക്കത്തില്ല. പക്ഷെ കർത്താവിന് നന്നായിട്ട് അറിയാം. ഒരു കൂട്ടം ജനം ഇവിടെ ഇരിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നവർ. എന്നാൽ എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് ഒക്കുമോ? ഒരു കൂട്ടം ജനം നിത്യതയെ സ്വർഗരാജ്യത്തിൽ കർത്താവിനോടൊപ്പം പോകും. ബാക്കി ഇവിടെ ശേഷിക്കുന്ന ഒരു കൂട്ടമുണ്ട്, അതാണ് ലെഫ്റ്റ് ബിഹൈൻഡ്. അതൊക്കെ ഞാൻ സൂസൻ്റെ ഒക്കെ വീട്ടിൽ വെച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അതിനകത്തോട് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഒരു കൂട്ടം ജനം, അവർക്ക് എന്ത് സംഭവിക്കും? വലിയ കഷ്ടതയിൽ കൂടെ അവർ, സഭയല്ലാത്തവരെന്നൊക്കെ പറഞ്ഞാൽ അത് ഈ വിശ്വസിച്ച ദൈവമക്കളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ആ റാപ്ചറിൻ്റെ സമയത്ത് അവരെടുത്തുവിട്ടില്ലെങ്കിലും ഭയങ്കര ട്രിബുലേഷൻ്റെ, ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ സമയത്ത് ആ കഷ്ടതയിൽ കൂടെ, കാരണം അവർക്കറിയാം ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നമ്പറും ഇതൊന്നും എടുത്താൽ അവർ ഒരിക്കലും നിത്യതയിലെത്തത്തില്ല. പണ്ടെല്ലാവരും പറഞ്ഞു കേട്ട് അനുസരിച്ചില്ല. എന്നാൽ ഇനിയും ഇങ്ങനെ പോയാൽ അവർ നിത്യമായ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് അവർ വില കൊടുക്കും. അവർ വില കൊടുത്ത് അവർ നിത്യതയിൽ എത്തിച്ചേരാൻ. പക്ഷെ അവർ ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞു നിർത്തുക, അവരൊരിക്കലും മണവാട്ടിയുടെ സ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് ഒക്കത്തില്ല. അവിടെ വന്ന് കൂടുന്ന, നമ്മൾ ആ ഭാഗമൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അവിടെ വന്നു കൂടുന്ന ചില ആൾക്കാരുടെ കൂട്ടത്തിൽ അവരും വന്നെടുക്കപ്പെടും. പക്ഷെ എങ്ങനെ അവർ വരുന്നത്? ഭയങ്കര കഷ്ടതയിൽ കൂടെ. ആ സഭ ട്രിബുലേഷനിൽ കൂടെ പോകുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ആ സഭ ദൈവത്തിൻ്റെ മക്കള്, ദൈവത്തിൻ്റെ മണവാട്ടി. ഒരിക്കലും ഒരു ഭർത്താവ് ഒരു മണവാട്ടിയെ നീ കഷ്ടതയിൽ കൂടെ കയറിപ്പോ എന്ന് പറഞ്ഞ് തള്ളിവിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ഭർത്താവ് എത്രമാത്രം ഒരു ഭാര്യയെ സ്നേഹിക്കുന്നു, അതുപോലെ അതിനേക്കാൾ എത്ര അധികമായിട്ട് കർത്താവിൻ്റെ സ്നേഹം. എന്നാൽ ഈ രക്ഷിക്കപ്പെട്ട് കർത്താവിന് വേണ്ടി നിൽക്കാത്ത, ഇടുക്കുവാതിലൂടെ കടക്കാത്ത ഒരു കൂട്ടം ജനം, അവർ ഈ തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി അവർ നിത്യതയിലെത്തും. ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇതിലേക്ക് വരാം. അതിൻ്റെ ഒരു കാര്യമാണ് റെവലേഷൻ ചാപ്റ്റർ 20 അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞതേ ഉള്ളൂ. 20:12 കാണാം, 11 മുതൽ, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന ഇത് ഞാൻ ആദ്യത്തെ ലൗകിക മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. ഞാനിത് ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് തക്കവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അവിടെ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് വചനത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട്, ജീവപുസ്തകത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരുന്ന് സന്തോഷത്തോടെ ആരാധിക്കുക. നമ്മുടെ ഉള്ളിൽ ഒരു വലിയ ആത്മഭാരമുണ്ടോ? കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, എത്രയോ പേര് കർത്താവെ ഈ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരായിട്ടുണ്ട്. കർത്താവെ, അവരെ നിത്യമായ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഞങ്ങളിവിടെ വെറുതെ കൂടി വന്നിരുന്ന് ആരാധിച്ച് കൈയടിച്ചു പോകുവാനായിട്ടല്ല. ഒരു ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ, ദൈവം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ജനമൊന്ന് ഉണർന്നെഴുന്നേറ്റേ പറ്റൂ. ഹല്ലേലൂയ. ഹീബ്രൂസ് ചാപ്റ്റർ 11:35 പറഞ്ഞിരിക്കുന്നു, സ്ത്രീകൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി. സ്ത്രീകൾ ഇവിടെ ആരും ഉറങ്ങുന്നവരായിട്ടിരിക്കരുത്. സ്ത്രീകൾ ഉണരണം. ഹല്ലേലൂയ. സ്ത്രീകൾ ഉണരണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ എഴുന്നേൽക്കണം. ഇല്ല, പിശാചിന് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങളുടെ കുടുംബത്തെ, ഹല്ലേലൂയ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങൾ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കർത്താവെ തന്നിരിക്കുന്ന സമയം ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് എരിവോടെ പ്രാർത്ഥിക്കുമെന്നൊരു തീരുമാനം ഈ പകൽക്കാലം ദൈവമക്കൾ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എടുക്കട്ടെ.
ആകട്ടെ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ റെവലേഷൻ ചാപ്റ്റർ 3 3:3 നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ചാപ്റ്റർ 3 വേഴ്സ് 2 പറഞ്ഞിരിക്കുന്നു, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നോക്കിക്കേ, നമ്മുടെ പ്രവൃത്തികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. അനേക ദിവസങ്ങൾ ഈ പ്രയർ ലൈനിൽ തന്നെ എത്രയോ ദിവസങ്ങൾ ഉപവാസം പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഇതിനകത്തിരിക്കുന്ന ഒരു 90% ആൾക്കാരും ഞാൻ വിചാരിക്കുകയാണ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന, അതെല്ലാം ദൈവം കാണുന്നുണ്ട്. പക്ഷെ ദൈവം ഒരു കുറവൂടെ പറയുന്നു, അതിനെ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നമ്മളെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യണം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ പൂർണ്ണതയുള്ളവളായിട്ടാണോ ഞാൻ ആയിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ലെങ്കിൽ കർത്താവേ, അത് ദൈവത്തിന്റെ സന്നിധിയിൽ പരാജയമാണെന്ന് മനസ്സിലാക്കി ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾക്ക് വീണ്ടും നമ്മളോട് സംസാരിക്കുന്നു. നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. കർത്താവെ, അടിയങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ പ്രാർത്ഥനാ ജീവിതം പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നിന്റെ വചന പഠനം പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഈ പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്യാൻ, ഈ റെവലേഷനിലെ ഓരോ ചർച്ചിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്യാൻ നമുക്കിടയാകട്ടെ. ഓരോ സഭയോടും കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ചാപ്റ്റർ 2 എഫെസോസ് സഭയോട് പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തി എക്സംപ്ലറി. നിങ്ങളുടെ പ്രവൃത്തികൾ, ഏതെങ്കിലും ഒരു കള്ളപ്രവാചകൻ വന്ന ഓട്ടം കണ്ടുപിടിക്കും. ഇപ്പൊ കള്ളപ്രവാചകന് ആ ചർച്ചിലോട്ട് പോലും ആളുകൾക്ക് പോകാൻ പേടിയാ. കാരണം ഇവർ അത്ര തീഷ്ണതയാ. കള്ളപ്രവാചകനെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കും. അവിടെ നിന്ന് ഒരൊറ്റ ധൈര്യപ്പെടുത്തില്ല ചർച്ചിലോട്ട് കയറാൻ. അത്ര വലിയ മിടുക്കരാ റെവലേഷൻ ചാപ്റ്റർ 2 എഫെസോസിലെ സഭ. കർത്താവ് പറയൂ, നിങ്ങൾ ഇത്ര വലിയ നിങ്ങളുടെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലൻ പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും ഇതൊക്കെ നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നിമിത്തം നീ സഹിച്ചതും തളർന്നു എല്ലാം ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുള്ള. കർത്താവ് നമ്മളോട് ചോദിക്കും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ അനേകം മീറ്റിങ്ങുകൾ നടത്തുന്നു, പ്രസംഗിക്കുന്നു, പാട്ടുപാടുന്നു, ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നു. Are you doing all this out of love for the Lord or out of just your own satisfaction or some duty? ദൈവം അതാ നമ്മളോട് ചോദിക്കും. നീ ചെയ്യുന്ന ഓരോ കാര്യവും, ഞാൻ പ്രയർ ലൈനിൽ എപ്പോഴും പറയും, നമ്മൾ എന്ത് കാര്യം ചെയ്താലും, ഈവൻ ലീഡിങ് ആണെങ്കിൽ പോലും, മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ സ്വർഗത്തിലെ ദൈവത്തിങ്കിൽ നമുക്ക് ഒരു പ്രശംസയും ഒരു വീഴ്ചയും കിട്ടത്തില്ല. കർത്താവ് പറയുന്നു, നിന്റെ സ്നേഹത്തിൽ നിന്നാണോ നീ ഇതൊക്കെ ചെയ്യുന്നത്? നമുക്ക് പുറമെ ഞാൻ ചെയ്യുന്നതൊക്കെ, പുറമേ ഉള്ളതൊക്കെ നല്ലതായിട്ട് എല്ലാവർക്കും തോന്നുമായിരിക്കും. എന്നാൽ എൻ്റെ അകമേ കാണുന്ന ദൈവം, നിന്റെ വാട്ട് ഈസ് യുവർ റിയൽ മോട്ടീവ് behind doing all this? Is this to glorify the Lord? Is this to deliver people from the darkness, the kingdom of darkness to the kingdom of the beloved Son? ഏതിനു വേണ്ടിയാ നീ ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങൾ നമ്മളെ എക്സാമിൻ ചെയ്യുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്മിർന സഭയുടെ കഷ്ടതയും പ്രയാസവും ഒക്കെ കണ്ടിട്ട് ഞാൻ പറയാൻ വരുന്ന കാര്യത്തിൽ നിന്നും വിട്ടുമാറി പോവുക, ക്ഷമിക്കണം. സ്മിർന സഭയുടെ കഷ്ടതയും പ്രയാസവും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടതയും പ്രയാസവും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഒക്കെ ഉള്ളൊരു സഭയായിരുന്നു ഏത്? സ്മിർനയിലെ സഭ. പക്ഷേ കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ദാരിദ്ര്യമൊക്കെ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നും, പക്ഷെങ്കിൽ യു ആർ റിച്ച്. ആമേൻ. നീ ധനവാനാവുന്നു താനും. കണ്ടോ അവരോട് പറയുന്നത്? അവർക്ക് ഈ കഷ്ടതയും ദാരിദ്ര്യത്തിൽ കൂടെ പോകുന്നവർക്ക് കർത്താവ് അവിടെ കൊടുക്കുന്നത് എന്തോന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് ജീവകിരീടം ഞാൻ നിങ്ങൾക്ക് തരും. മൂന്നാമത്തെ ഒരു സഭയുടെ കൂടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തുക. പെർഗമോസിലെ സഭയുടെ ദൂതന് പറയാനായിട്ട്, പെർഗമോസിലെ സഭയെ കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ പാസ്റ്റർ പറയുക, ഇത് നമ്മുടെ ബോസ്റ്റണിലെ സഭയെ പോലെ നമുക്ക് തോന്നും. കാരണം ബോസ്റ്റൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയുന്ന ഇഷ്ടമല്ലെങ്കിൽ തന്നെ ഇന്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സേറ്റൻസ് വർഷിപ്പേഴ്സ്. സേറ്റൻസ് ചേർച്ചിന്റെ ഇന്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് പറയുന്നത് ബോസ്റ്റൺ. പാസ്റ്റർ നിങ്ങളാരും ഇവിടുന്ന് ഓടിപ്പോവല്ലേ, ഇവിടെ കൊണ്ട് ദൈവം വെച്ചിരിക്കുക നമ്മളെ. എന്തിനാ ഇതുപോലെയുള്ള പ്രവർത്തനം ഫ്ലോറിഡയിലോ ഹ്യൂസ്റ്റണിലോ വേറെ ടെക്സസിലെ ഏതെങ്കിലും സ്ഥലത്തോ ന്യൂയോർക്കിലോ ഏതെങ്കിലും സ്ഥലത്തായിരുന്നെങ്കിൽ ഇതങ്ങ് ഫ്ലറിഷ് ചെയ്തങ്ങ് പോയേനെ. പക്ഷെങ്കിൽ ഈ കഠിനമായ സ്ഥലത്ത്
സാത്താൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇങ്ങനെ എല്ലാ വിധത്തിലും കൂടെ ഞെരുക്കി ഞങ്ങളുടെ ദേവദാസൻ ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ദേവദാസൻ എന്ന് പറഞ്ഞല്ലോ, അത്രമാത്രം കഷ്ടതയിൽ കൂടെ ഞെരുക്കത്തിൽ കൂടെ ദൈവത്തിന് അവിടെ കൊണ്ടുവന്നിരിക്കുന്നതിന് ഒരു പദ്ധതിയുണ്ട്. ഞങ്ങളെയൊക്കെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. പാൽക്കാലം ഈ ചർച്ചിനെ കുറിച്ച് പറയുന്നത് നോക്കിക്ക്, നല്ല കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകമായിട്ട് ഈ പെർഗമോസിലെ സഭ ചാപ്റ്റർ 2 വേഴ്സ് 12 ഓൺവേർഡ്സ്, അത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ചില വാക്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. നീ എൻ്റെ നാമം 13th വേഴ്സ്, നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഓക്കെ, നല്ല ക്വാളിറ്റി. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ വലിയ പ്രയാസം. സാത്താൻ പാർക്കുന്നിടത്ത് ഇങ്ങനെ ദൈവത്തിൻ്റെ നാമം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വലിയ പ്രയാസമാണ്. എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അയ്യോ, അത്രയും വലിയ ബിഷപ്പ് ആന്റിപ്പാസിനെ കൊന്ന സമയത്ത് പോലും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. നല്ല 3 ക്വാളിറ്റി ചർച്ചിനെ പറ്റി ദൈവം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയാ, നീ എങ്കിലുള്ള വിശ്വാസം, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർത്ഥത തിന്നേണ്ടതിന്, ദുർനടപ്പ് ആചരിക്കേണ്ടതിന് അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവിടെ നിക്കിലോരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ഇത്രയും എല്ലാം ചെയ്തിരിക്കുന്ന സഭയോട് പറയുക, എൻ്റെ വായിലെ വാളുകൊണ്ട് ഞാൻ അവരോട് പോരാടും. ആത്മാവസ, ഇതൊക്കെ നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ഒരു കാര്യം നമ്മളിവിടെ നോക്കണം. ഈ സഭകളോടെല്ലാം പറയുന്നത് എന്താണ്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ എല്ലാ സഭകളോടും നിങ്ങൾ നോക്കിയാൽ ഓരോരോ അത് സഭയോടും പറഞ്ഞേക്കാം. പക്ഷെങ്കിൽ ചാപ്റ്റർ 13 വരുന്നുണ്ടല്ലോ, അവിടെ പറയുന്നത് എന്താ പറയുക, 13th chapter verse 9 പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പൊ 2 പേര് ഇവിടുന്ന് പോയി. ആരാ? ആത്മാവും സഭയും പോയി കഴിഞ്ഞു. ഇനി അടുത്തത് ചെവിയുള്ളത്. ഇപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട്? ആത്മാവും ദൈവസഭയുമുണ്ട്. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഇപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്പം നമ്മളിങ്ങനെ ഉറങ്ങുന്നവരെ പോലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതങ്ങ് പോയി കഴിഞ്ഞിട്ട് ചാപ്റ്റർ 13 ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ പോയി. അത് കഴിഞ്ഞിട്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, ചാപ്റ്റർ 13 വേഴ്സ് 9. ഇനി നമുക്ക് നമ്മുടെ വചനഭാഗത്തിലേക്ക് വേഗത്തിൽ വരാം. മാത്യു ചാപ്റ്റർ 5, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം. ലിബറൽസിനൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം. എന്നാൽ വളരെ ശ്രദ്ധയോടെ നമുക്കിവിടെ നിന്ന് വായിക്കാം. ചാപ്റ്റർ 5 വേഴ്സ് 17 ഓൺവേർഡ്സ് ഞാനൊന്ന് വായിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, ആരും ഇവിടെ അശ്രദ്ധരായിട്ടോ, കാരണം ഞാൻ ആരുടെ മുഖത്തോട്ടൊന്നും നോക്കുന്നില്ല, ഞാൻ നോക്കുന്നുണ്ടെങ്കിലും പക്ഷേങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മാവ് നമ്മുടെ മധ്യേ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് 17th വേഴ്സിൽ പറഞ്ഞിരിക്കുന്നു, കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് അങ്ങനെ കസേരയിൽ ഇരുന്നു. കസേരയിലാണോ എവിടാണോ അവിടെ മലമേൽ കയറി അവൻ അവിടെ ഇരുന്ന ശേഷം, അവിടെ കല്ലിൻ്റെ പുറത്തോ വല്ലതും ആയിരിക്കും, അവിടെ ഇരുന്ന ശേഷം കർത്താവ് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. കർത്താവ് ഒരു സ്ഥലത്തിരുന്നുകൊണ്ടാണ് കർത്താവ് അവിടെ നിന്ന് പഠിപ്പിക്കുന്നത്. നോക്കിക്കേ, കർത്താവ് വളരെ സീരിയസ് ആയിട്ട് പറയാം, ഇനിയുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ എടുക്കണം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഓർക്കും, ന്യായപ്രമാണമൊക്കെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഞാൻ പോയി. കർത്താവ് പറയാം, ഞാനതൊന്ന് നീക്കുവാനല്ല ഞാൻ വന്നത്, നിവർത്തിപ്പാൻ അത്രേ വന്നു. വായിച്ചോ സിസ്റ്റർ, കൊച്ചുമോൾ സിസ്റ്റർ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സമയത്തിന്റെ കുറവുണ്ട് അമ്മേ. ഞാൻ 22 ഞാൻ 22 മാത്രം ഞാനൊന്ന് വായിക്കുന്നു.
ഞാനോ നിങ്ങളോട് പറയുന്നത്, കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. നമ്മൾ ഇതൊക്കെ വളരെ ലൈറ്റായിട്ട് അങ്ങ് എടുക്കും. ഒന്ന് കോപിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും കോപിക്കുന്നവരല്ലേ. നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന, ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ തന്നെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അഗ്നി നരകം, കർത്താവ് പറഞ്ഞിരിക്കുന്നു ഹെൽ ഫയർ. നമ്മൾ ഇത് വാസ്തവമായിട്ടുള്ളൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അഗ്നി നരകം എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് വേണേൽ അതിനെയൊക്കെ റിജക്റ്റ് ചെയ്യാം. നമ്മൾ ഈ നല്ല കംഫർട്ടിങ് മിനിസ്ട്രി ചെയ്യുന്നവരാണെങ്കിൽ യേശു സ്നേഹമുള്ള കർത്താവ് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ആടിനെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പടം, നല്ല സ്നേഹത്തിൻ്റെ മിറക്കിൾസൊക്കെ പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞാൽ യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, യേശു കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കി, യേശു ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചു. യേശുവിൻ്റെ മിറക്കിൾസൊക്കെ അവരെടുത്തെടുത്ത് നിങ്ങൾ വിശ്വസിക്കണം, ഗോഡ് ക്യാൻ ഡു എ മിറക്കിൾ ഫോർ യു. അതെല്ലാം നല്ല കാര്യം തന്നെ. അതെന്നെ കർത്താവിൻ്റെ സ്വർഗരാജ്യത്തെക്കുറിച്ച് മാത്രം പറയുന്നവർ സ്വർഗരാജ്യം, കർത്താവിൻ്റെ തേജസ് പ്രാപിക്കണം, ആ കർത്താവിനോട് ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഫോക്കസ് ചെയ്യും. എന്നാൽ യേശു കർത്താവ് ഏറ്റവും കൂടുതൽ വചനത്തിൽ പറഞ്ഞു. കാരണം കർത്താവിനറിയാം അഗ്നി നരകം എന്നുള്ള റിയൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. There is a place really exists. അഗ്നി നരകമുണ്ട്. അതിന് ആരൊക്കെ, അതൊരു ഡോക്ടറിനല്ല, ഒരു പെൻറ്റക്കോസ്റ്റൽ ഡോക്ടറിനോ ഒരു ബാപ്റ്റിസ്റ്റ് ഡോക്ടറിനോ അല്ലെങ്കിൽ മറ്റൊരു കാത്തലിക് ഒന്നുമല്ല. പക്ഷെങ്കിൽ അതൊരു റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അഗ്നി നരകം എന്ന് പറയുന്നത് ഒരു പ്ലേസ് ഓഫ് പണിഷ്മെൻറ്റ്, ദൈവത്തിൻ്റെ ശിക്ഷയുടെ സ്ഥലം. അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമേ അല്ല കർത്താവ്. പിന്നെ ആർക്കു വേണ്ടിയാ? സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. പക്ഷെങ്കിൽ ദൈവത്തെ റിജക്റ്റ് ചെയ്ത് കളയുന്നവര്, ദൈവത്തെ തള്ളിക്കളയുന്നവർ, നമ്മൾ പറഞ്ഞല്ലോ റെവലേഷൻ 20 നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ, അവസാനത്തെ ഭാഗത്തിൽ അവിടെ അപാലവൃദ്ധം എല്ലാവരും ദൈവത്തിൻ്റെ മുൻപാകെ വന്നു. അതിനകത്ത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ അവിടെ ഇപ്പോഴൊക്കെ കർത്താവ് ഗോഡ് ഓഫ് കമ്പാഷൻ, കർത്താവ് സ്നേഹത്തോട് നമ്മുടെ മധ്യയിൽ. ഇനി കർത്താവ് വരുന്നത് ന്യായാധിപനായിട്ട്, ഗോഡ് ഓഫ് ജഡ്ജ്മെന്റ്. ആ കർത്താവ് വരുമ്പോൾ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നവരെ ഒരിക്കലും കർത്താവിന് അതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നമ്മൾ ഇന്ന് പകൽക്കാലം ഞാൻ ഈ ബോസ്റ്റൺ പ്രെയർ ലൈനിന്റെ ഉദ്ദേശം പോലും ഒരു വ്യക്തി പോലും അഗ്നി നരകത്തിൽ പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഇന്ന് പകൽക്കാലം ഒരു കൂട്ടം ജനം എഴുന്നേൽക്കണം. ആത്മാവിന്റെ ഐക്യതയോടെ സ്ത്രീകൾക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ മരിച്ചവരെ, ഇന്ന് ആത്മീയമായി മരിച്ചു കിടക്കുന്നവര്, ഒരു കാരണവശാലും നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം ജനം, ആ ജനത്തെ വിടുവിക്കണം, ആ ജനത്തെ വീണ്ടെടുക്കണം. ആ ജനം നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം നമ്മളെ കൂട്ടി വരുത്തിയിരിക്കുകയാണ്. അഗ്നി നരകം ആരെല്ലാം ഇനി അതില്ലെന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനത്തിൽ കർത്താവ് എടുത്തെടുത്ത് പറയുമ്പോൾ അഗ്നി നരകം സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അഗ്നി നരകം, ദൈവത്തെ റിജക്ട് ചെയ്യുന്ന മനുഷ്യൻ നിത്യമായിട്ടുള്ള അഗ്നി നരകത്തിലേക്ക് ആ മനുഷ്യൻ വീണുപോകും. ഇനി എത്ര വലിയ പ്രൊഫസറോ എത്ര തിയോളജിയനോ എത്ര വലിയ കോളേജിൽ പഠിപ്പിക്കുന്ന ഐവി ലീഗ് കോളേജിലെ പ്രൊഫസർ ആയിക്കോട്ടെ, ആരതില്ലെന്ന് പറഞ്ഞാലും കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അഗ്നി നരകം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് കൂടെ തന്നെ ചോദിക്കുക, നമുക്ക് ദൈവം ഒത്തിരി ബുദ്ധി തന്നിട്ടുണ്ട്. നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമ്മൾ വലിയ മിടുക്കരാ. ഇന്ത്യക്കാരുടെ അത്രയും സ്മാർട്ടായിട്ടുള്ളവരെ കാണാൻ വലിയ പ്രയാസമാണ്. അത്ര എല്ലായിടത്തും അവർ നല്ല കഴിവും പ്രാഗൽഭ്യവും മിടുക്കരായിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ജനം. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ആർ യു റെഡി? നമ്മൾ എവിടോട്ടാണ് പോകുന്നതെന്നുള്ളൊരു കാര്യം പലപ്പോഴും നമുക്ക് ഈ കാര്യമൊന്നും പറയുന്നത് നമുക്കിഷ്ടമല്ല. ആ കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മുടെ ജോലിയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിക്കും. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തെ പോറ്റാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പഠിത്തം, നല്ല വിവാഹം, അവർക്ക് നല്ല വീട് വേണം, നല്ല വാഹനങ്ങൾ വേണം, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നാം തരമായിട്ട് ഇവിടുത്തെ വൈറ്റ് പീപ്പിളിനേക്കാളും മുൻപന്തിയിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ചെയ്യും. എന്നാൽ
ഇന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കാൻ നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ ജീവിതം ഇപ്പം നമുക്കൊരു കുഴപ്പമില്ല, എല്ലാവർക്കും നല്ല ആരോഗ്യവും ബലവും ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് രാത്രി ഞാനിവിടുന്ന് പോകുമ്പോൾ എന്നെയും കൂടെ ചേർത്ത് ഞാൻ പറയുക, ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയായിരിക്കും പോകുന്നത്? കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കാൻ വന്നാൽ, കർത്താവ് ഞാൻ നിന്നെ അറിയുന്നില്ല, ആത്മീയ നരകത്തിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള 50, 60, 70, 90 വർഷം ഇതുപോലെയല്ല. നിത്യമായിട്ടുള്ള ഒരിക്കലും ആ ഹെല്ല്, ആ ബേണിംഗ് ഫയർ, ഹെല്ലിങ്ങനെ കാത്തിരിക്കുക. വർഷങ്ങളായിട്ട് ഗ്രാൻഡ് ഫാദേഴ്സ് തുടങ്ങി പണ്ടുള്ള ആൾക്കാർ വരെ അതിനകത്ത് വീണ് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഹെല്ല് കാത്തിരിക്കുകയാണ്. നീ സാത്താൻ എല്ലാ മനുഷ്യന്റെയും ബുദ്ധിയൊക്കെ നമ്മൾ 2 കൊരിന്ത്യൻസ് 4:4 വായിക്കുന്ന പോലെ സാത്താൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുക. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാം നല്ല കാര്യങ്ങളാ, ഇതൊക്കെ നോക്കിയാൽ മതി, ഇതൊക്കെ നീ മുൻപിൽ പോ എന്ന് എത്രയോ ചേർച്ചസില് നീ മുൻപിലോട്ട് ഓട്, ദൈവം നിന്റെ കൂടെ ഉണ്ട്, നിനക്ക് അതെല്ലാം ശരി, അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. എന്നാൽ സത്യം മറച്ചു വച്ച് ജനത്തെ കബളിപ്പിച്ചു കളയരുത്. സത്യം ജനത്തിന് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഈ സത്യം അറിയാത്ത അനേക ജനങ്ങള് നിത്യനാശത്തിന്റെ നരകത്തിലേക്ക്, തീയിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലമുണ്ട്. ഒരു ദിവസം നമ്മളെല്ലാം എത്രയൊക്കെ നമ്മൾ അതിനെ മറച്ചു വെച്ചാലും, എനിക്ക് എൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് ഇപ്പൊ ആഗ്രഹമില്ല. അതിനെക്കുറിച്ച് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ എവിടോട്ട് പോകും, ഇതൊന്നും ചിന്തിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ലെന്ന് പറയുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, നിശ്ചയമായിട്ടും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഹീബ്രൂസ് 9:27 ഒന്ന് വായിച്ചേ. ഹീബ്രൂസ് 9:27. അപ്പോൾ തന്നെ ഹീബ്രൂസ് 9:27 അറിയാവുന്ന ഒരു കൊച്ചു വാക്യവാ. പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ആമേൻ, ഹല്ലേലൂയ. ഒരിക്കൽ മരണവും നമുക്ക് എല്ലാവർക്കും ഇവിടെ എത്ര മിടുക്കനും മിടുക്കിയുമാണെങ്കിലും ഒരിക്കൽ മരിക്കും നിശ്ചയമായിട്ടും. പിന്നൊരു ന്യായവിധിയുണ്ട്. നമ്മളെല്ലാം അതിൻ്റെ മുൻപിൽ നിന്നെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്ക് ഒരു വായിക്കണ്ട, ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായം നമുക്കറിയാം. റിച്ച് മാൻ, ധനവാനായ മനുഷ്യൻ ഒരിക്കലും അവന് ഒരു കാലത്ത് നല്ല പട്ടുവസ്ത്രവും ധൂമ്രവസ്ത്രവും ഒക്കെ ധരിച്ച് ആഡംബരത്തോടുകൂടി ധനവാൻ അങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ഈ ധനവാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല, എൻ്റെ ദൈവമേ, ഞാൻ എവിടെ വന്നു വീണിരിക്കുന്നത്? ഈ അഗ്നി നരകത്തിനകത്താണോ ഞാൻ വന്നിരിക്കുന്നത്? 16:24 മാത്രം ഒന്ന് വായിച്ചേ. 16:24. എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഒരിക്കലും ധനവാൻ ഓർത്തില്ല തൻ്റെ അനുഭവം ഇങ്ങനെ ആയിരിക്കുമെന്ന്. നമുക്ക് എല്ലാവർക്കും അമേരിക്ക വന്നു കഴിയുമ്പം എൻ്റെ സഹോദരങ്ങളെ കൊണ്ടുവരണം, മറ്റവരെ എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരണം നമുക്ക് വലിയ ആഗ്രഹമാണ്. ധനവാൻ പറയും, അയ്യോ എൻ്റെ സഹോദരങ്ങളെ ഒന്നും കൊണ്ടുവരാതിരിക്കാനായിട്ട് ലാസറിനെ അങ്ങോട്ട് നീ ഒന്ന് വിടണേ, അവരെ ഇങ്ങോട്ട് ഈ അഗ്നിക്കകത്ത് വന്ന് വീഴാനായിട്ട് ഒരിക്കലും ഇടയാകരുതേ. അപ്പോൾ അതാരാ പറഞ്ഞിരിക്കുന്നത്? ഈ ഉപമ ആര് പറഞ്ഞതാ? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. അങ്ങനെ ഒരു സ്ഥലം ഉണ്ട്, നിശ്ചയമായിട്ടും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം നമ്മുടെ ഇവിടുത്തെ കുറച്ച് വർഷങ്ങളല്ല, 150 വർഷം വരെ ഇവിടെ ജീവിച്ചിരുന്നാലും ഈ ഒരു സ്ഥലം അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ദൈവത്തെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞ മനുഷ്യൻ ആ നരകത്തിൻ്റെ തീക്കകത്ത് വീണുപോയി കഴിഞ്ഞാൽ അവനെ അവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട് ആർക്കും ഹെല്ലിനകത്ത് സാൽവേഷൻ ഇല്ല, ഹെല്ലിനകത്ത് ദൈവസ്നേഹമില്ല, ഹെല്ലിനകത്ത് കർത്താവിൻ്റെ രക്തമില്ല, ഹെല്ലിനകത്ത് ബൈബിളില്ല, ഹെല്ലിനകത്ത് പ്രെയർ ലൈൻ ഇല്ല, ഹെല്ലിനകത്ത് പഠിപ്പിക്കാൻ ആരുമില്ല, ഹെല്ലിനകത്ത് സ്നേഹിക്കാൻ ആരുമില്ല. നിത്യമായിട്ടുള്ള നരകം, അഗ്നി നരകം, അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന തീപ്പൊയ്കയിൽ ആ നരകം ഒരിക്കലും അത് അവസാനിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത അത് കാത്തിരിക്കുകയാണ്. ഓരോ സോളും, ദൈവത്തെ അറിയാത്ത ഓരോ വ്യക്തികളും വരാനത് കാത്തിരിക്കുകയാണ്. ഹെല്ല് അവർ വന്നാൽ ഉടനെ അവരെ പിടിച്ചു വലിച്ച്, അത് ജോവലിന്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ അതിനെ
അതിനെ പിടിച്ചു വെച്ച് അതിനെ താഴേക്ക് വലിച്ച് നരകത്തിന്റെ തീയിലേക്ക് അവിടെ കിടന്ന് നിലവിളിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ എത്രയൊക്കെ നിലവിളിച്ചാലും അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ആർക്കും കഴിയില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പറയാനുള്ളത്, അതിനു വേണ്ടിയാണ് നമ്മുടെ കർത്താവ് വന്നത്. 2000 വർഷം മുമ്പ് കർത്താവ് ഇപ്പൊ സിസ്റ്റർ വായിച്ച 27-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഹീബ്രൂസ് ചാപ്റ്റർ 12:29 നമ്മൾ നോക്കുമ്പോൾ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇതൊക്കെയാണോ പറയുന്നത്, ഞങ്ങൾക്കൊരു സമാധാനത്തിനൊരു ആശ്വാസത്തിന് വന്നപ്പോൾ ഇതൊക്കെയാണോ? നമ്മൾ അറിഞ്ഞെങ്കിലേ പറ്റൂ. ഇതിനെക്കുറിച്ച് ഒരു ചർച്ചിലും പക്ഷേ പറയത്തില്ലായിരിക്കാം, ഒരു സെമിനാരിയിലും പഠിപ്പിക്കത്തില്ലായിരിക്കാം, ഒരു ബൈബിൾ കോളേജിലും പഠിപ്പിക്കത്തില്ലായിരിക്കാം. പക്ഷെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഹെൽ എന്നൊരു അഗ്നി നരകം, ഹെൽ ഫയർ, there exists a hell fire. നമ്മൾ നോക്കുമ്പോൾ എത്രയോ പേര് മർഡറസ്. കഴിഞ്ഞ പ്രാവശ്യം ഒരിടത്ത് ഞാൻ കേട്ടത്, ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ അനേകം സ്ത്രീകളെ റേപ്പ് ചെയ്ത് അവരെ നശിപ്പിച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ അവൻ്റെയൊക്കെ ബുദ്ധിയെ പിശാച് എടുത്തു മാറ്റിയിട്ട് അവൻ അറിയുന്നുണ്ടോ, അവൻ ഇവിടുന്ന് എന്തൊക്കെ രക്ഷപ്പെട്ടു പോയാലും നിത്യമായ നരകത്തിന്റെ തീയിലേക്ക്, അനേകം കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നവര്, ഇതൊക്കെ നിത്യമായ നരകത്തിന്റെ തീയിലേക്ക്. നമ്മുടെ ദൈവം ആരാണെന്ന് എഴുതിയിരിക്കുന്ന ആ വാക്യം ഒന്ന് വായിച്ച്. ആമേൻ. Our God is a consuming fire. Hallelujah. ഇന്ന് നമുക്കിത് കേൾക്കാൻ താല്പര്യമില്ലാതെ ഒരു പക്ഷെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇതൊക്കെ പറയുന്ന സഭയിൽ നിന്ന് വേണേൽ നമ്മൾ വേഗം അവിടെ നിന്ന് ഓടും. അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിനെ അങ്ങ് കുത്തുന്ന പോലുള്ള വർത്തമാനം അവർ പറയുന്നത്. ഒരു ആശ്വാസത്തിന് സമാധാനത്തിന് വേണ്ടി പോകുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ അങ്ങ് ഞെരുക്കുന്ന വർത്തമാനം. അവിടുന്ന് ഓടി വേറെടുത്ത് ഓടി വേറെടുത്ത്. എവിടൊക്കെ നമ്മൾ പോയാലും നമ്മുടെ ജീവിതത്തിൽ ഈ സത്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇന്ന് രാത്രികാലം നമ്മുടെ സമയം മുമ്പോട്ട് പോയല്ലോ. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ അനേകരെ നോക്കുമ്പോൾ ഹെല്ലിനെ കുറിച്ച് പറയുന്നത്, അനേകര് വളരെ ധനവാന്മാര്. ഒരു വാക്യം കൊണ്ട് എടുക്കാം. റെവലേഷൻ ചാപ്റ്റർ 6-ന്റെ ഇതുകൂടെ വായിച്ചിട്ട് ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. റെവലേഷൻ ചാപ്റ്റർ 6-ന്റെ 12 തൊട്ട് 12 തൊട്ട് വായിച്ചോ ആ ഒരു വാക്യം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തകത്തിൽ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും, ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം, കുഞ്ഞോടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്കും നിൽക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആ ഭാഗങ്ങളെല്ലാം വായിച്ചു കേട്ടല്ലോ. ഒരു വാക്യം മാത്രം ഞാൻ വായിക്കുകയാണ്. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഇങ്ങനൊരു സമയം വരുന്നുണ്ട്. മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുകയും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ ഭാഗം വായിക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കേ. നമ്മുടെ മേൽ ഒരു ചെറിയ കല്ല് ആരെങ്കിലും എടുത്തിട്ടാ നമ്മൾക്ക് പെട്ടെന്ന് വലിയ വേദനയായിട്ട് നമ്മൾ കോപത്തോടെ, ഇവിടെ അവർ പറയാ മലപ്പാറകളോടും മലകളോടും എല്ലാം പറയുക, ഞങ്ങളുടെ പുറത്തോട്ടൊന്ന് വീഴേ, ഞങ്ങൾക്ക് കാണാൻ വയ്യ, കുഞ്ഞാടിന്റെ ആ തേജസ്സിനെ ഞങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ പുറത്ത് കവറസ്. ആ രാജാക്കന്മാരും എല്ലാം അവിടെ നിലവിളിക്കുക. ഇന്ന് പാൽക്കാലം കർത്താവ് ഈ ഭൂമിയിൽ വന്നത്, കാൽവറിയിൽ കർത്താവ് ആ മഹാവേദനയിൽ കൂടെ, ആ കഠിനമായിട്ടുള്ള പ്രയാസത്തിൽ കൂടി കർത്താവ് കടന്നുപോയത് നമ്മെ ഓരോരുത്തരെയും ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും വീണ്ടെടുക്കുവാനായിട്ടാണ് കർത്താവ് വന്നത്. 1 യോഹന്നാൻ 5:12 കൂടെ വായിക്കാവോ? 1 യോഹന്നാൻ 5:12.
സ്തോത്രം. ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. പുത്രനുള്ളവന് ജീവനുണ്ട്. ഇന്ന് വാസ്തവമായിട്ട് കർത്താവ് എൻ്റെ രക്ഷിതാവാണ്. കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ സത്യം കർത്താവേ, അഗ്നിനരകമുണ്ട് എൻ്റെ ജീവിതം കർത്താവേ. ഞാൻ കർത്താവെ അങ്ങയുടെ വചനം അനുസരിക്കാതെ ഞാനിങ്ങനെ ഒഴുകി നടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ദൈവമേ, നീ ഇന്ന് രാത്രികാലം എന്നെ ഇവിടെ കൊണ്ടുവന്നത് കർത്താവെ, ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചു വന്നത്. എന്നാലോ കർത്താവെ, അഗ്നി നരകത്തെക്കുറിച്ച് നീ എന്നെ കേൾപ്പിച്ചുവല്ലോ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ മെസ്സേജ് പറയാനായിട്ടേ അല്ല വന്നത്. ഇന്ന് കാറെ വരുന്ന വഴിക്ക് ഞാൻ പെട്ടെന്ന് ചില വാക്യങ്ങളും ചില കാര്യങ്ങളും കുറിച്ചെടുത്തത്. വേറൊരു മെസ്സേജ് പറയുവാനായിട്ട് സെഫനിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ 22-ാമത്തെ വാക്യത്തിൽ നിന്ന് പറയുവാൻ ഞാൻ വളരെ സന്തോഷത്തോട് ഒരുങ്ങി വന്നതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അല്ല, നിങ്ങൾ ഞങ്ങളുടെ പാസ്റ്ററോട് ഞാൻ ജസ്റ്റ് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ, യു ഷുഡ് ടെൽ ദം എക്സാമിൻ യുവർ ലൈഫ്സ്. നോക്കിക്കേ, നിങ്ങളുടെ ലൈഫിനെ എക്സാമിൻ ചെയ്യണം. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ദേവദാസ് അത് പറഞ്ഞെങ്കിലും ഞാൻ ഈ കാരണം ആളുകൾക്കൊക്കെ അത് കേൾക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ കാറേ വരുന്ന വഴി ദൈവം പറഞ്ഞു, നോ, you have to tell them very clearly. You have to tell them about the hellfire. It is so true. There is a place called hell. If you do not obey the Lord, hallelujah, if you reject the Son of God, you will be thrown to the hell of fire. Hallelujah. You have to surrender. That the people have to surrender. ഇന്ന് രാത്രികാലം ഒരു വലിയ ചുമതലയുമായിട്ട് ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ വെറുതെ ഇവിടെ കൂടി വന്നിട്ട് പോകുവാനായിട്ടല്ല. ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവേ, ഇന്ന് രാത്രികാലം എൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം, ഞാൻ വിശ്വാസത്തിന് വേണ്ടി നിന്ന വ്യക്തിയായിരിക്കാം, ഞാൻ അനേകം കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയ വ്യക്തിയായിരിക്കാം. എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ കുറവുള്ളവനായി കണ്ടെങ്കിൽ ഞാൻ അഗ്നിനരകത്തിന് യോഗ്യനാകുമല്ലോ. എന്റെ ജീവിതത്തിൽ വന്നുപോയ എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഇന്ന് രാത്രികാലം എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു വ്യക്തി പോലും കണ്ണു തുറന്ന് നോക്കരുത്. ആരും കണ്ണു തുറന്ന് നോക്കരുത്. എല്ലാവരും കണ്ണടച്ചാട്ടെ. ഈ രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഈ ദിവസം നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം നിങ്ങൾ മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം. ഹല്ലേലൂയ. ഈ പകൽക്കാലം, ഈ ഫെബ്രുവരി മാസം 23-ാം തീയതി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്നോട് സംസാരിച്ചു. ഈ പകൽക്കാലം സംസാരിച്ചെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ പാപത്തെ കുറിച്ച്, നിങ്ങളുടെ ഒഴിവ് കഴിവുകളെ കുറിച്ച്, നിങ്ങൾ ഒരു വശത്തിൽ ബലഹീനതയെന്ന് കരുതി മാറ്റിവെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെയും ഹെൽഫയറിൽ വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. Hell is a place of punishment. അനുസരിക്കാത്തവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലം. ആരും ഹൃദയം കഠിനപ്പെടുത്തരുത്. ആരും ഹൃദയം കഠിനപ്പെടുത്തരുത്. ദൈവത്തിന്റെ വചനം കേട്ടിട്ട് അതിനെ തള്ളി 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 മാറ്റിക്കൊണ്ടിരിക്കുന്നവരെങ്കിൽ ഇന്ന് രാത്രി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോട് കൂടിയവൻ നമ്മുടെ മധ്യയിൽ കൂടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ആ കർത്താവ് ഓരോ ജീവിതങ്ങളെയും എക്സാമിൻ ചെയ്യുമ്പോൾ നിന്നെ നോക്കി നിനക്കൊരു കുറവുണ്ട് മകളെ, നിനക്കൊരു കുറവുണ്ട് മകനെ എന്ന് പറയുമെങ്കിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതം ഇന്നൊരു പക്ഷെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ അവസാനിച്ചു പോയെന്ന് വരാം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ, കുറവുള്ളവരായി ഞാൻ കണ്ടു എന്ന് പറയുവാൻ ഇടയാകരുത്. ഈ പകൽക്കാലം സമർപ്പിക്കുന്നവർ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവര് ദൈവസന്നിധിയിൽ വാസ്തവമായിട്ട്, കർത്താവേ, ഞാൻ നിന്റെ മുൻപാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, എന്റെ കുറവുകൾ ക്ഷമിക്കണമേ നാഥ. കർത്താവേ, നീ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ഞാൻ ആയിട്ടില്ല. കർത്താവേ, കർത്താവേ, നീ എന്നെ
ആത്മാവിന്റെ ഒരു ശക്തിയുടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കൊരു കുറവുമില്ല, ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തണ്ട, നിങ്ങൾ താഴ്ത്തിയിരുന്നാൽ മതി. ദൈവസന്നിധിയിൽ കർത്താവേ, എന്റെ ജീവിതത്തിൽ കുറവുണ്ട് നാഥ, നീ ഇത്രയും വലിയ സഭകളോട് ഇത്രയും കുറവ് പറഞ്ഞെങ്കിൽ എനിക്ക് കുറവുണ്ട് തമ്പുരാനെ, എന്നോട് ക്ഷമിക്കണം തമ്പുരാനെ, എന്നെ ഒന്ന് കഴുകണം തമ്പുരാനെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം തമ്പുരാനെ. ഇന്ന് രാത്രി കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ കർത്താവേ, ഇന്നത്തെ രാത്രി ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഓരോ ജീവിതങ്ങളെ സ്വർഗം കണ്ടിട്ടുണ്ടല്ലോ കർത്താവേ. അവിടുന്ന് ദൈവമേ, ജീവപുസ്തകത്തിലെ പേര് മായ്ച്ചു കളയാതെ ഇടുക്കുവാതിലൂടെ കടക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അതിലൂടെ കടക്കുവാൻ ലോകത്തിന്റെ ഇമ്പങ്ങൾ, ലോകത്തിന്റെ മോഹങ്ങൾ, ലോകത്തിന്റെ ചങ്ങലഹോ ശക്തമായി ഹൃദയങ്ങൾ ഇടപെടണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഇനി അനേക പ്രിയപ്പെട്ടവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ കർത്താവെ. അടിയനോട് ഇന്നിവിടെ വരാൻ കഴിയാതെ മറ്റ് പല സ്റ്റേറ്റിലിരിക്കുന്നവര്, അവരുടെ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് ഞങ്ങളെ ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മടങ്ങി വരവ് അവന് കൊടുക്കണം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും വലിയ വിഷയത്തിന് വേണ്ടി ആരെങ്കിലും കണ്ണീരോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ വേഗത്തിൽ മുൻപോട്ട് വന്നാട്ടെ. ഇവിടെ ദൈവദാസന്മാരുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. വേഗത്തിൽ മുൻപോട്ട് വന്നാട്ടെ. അങ്ങനെ ഉള്ളവർ മാത്രം വന്നാൽ മതി. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ വിഷയത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്പസമയം മാത്രം നമ്മുടെ മുമ്പിലുണ്ട്. വേഗത്തിൽ മുമ്പോട്ട് വന്നാട്ടെ. നിങ്ങളുടെ വിഷയം എന്ത്